ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. കറിവേപ്പില കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ജ്യോതിഷത്തിലും കറിവേപ്പിന് പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ കറിവേപ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കറിവേപ്പില പോലെ എന്ന പ്രയോഗം നാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ കറിവേപ്പില അത്ര നിസ്സാരപ്പെട്ട ഒന്നല്ല. ആരോഗ്യ സംരക്ഷണത്തിനും കേശ ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം ഇതേറെ നല്ലതാണ്. ഇതല്ലാതെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കറിവേപ്പില. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പല ശാസ്ത്രങ്ങളിലും കറിവേപ്പിലയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. കറിവേപ്പ് നല്ലതുപോലെ വളരുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രസാദമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ വീടിന്റെ ചില ഭാഗത്ത് കറിവേപ്പ് നട്ടു വളർത്തുന്നത് ദോഷം വരുത്തും, മരണദുഃഖം വരുത്തുമെന്ന് പറയാം. പ്രത്യേകിച്ചും അത് ഗൃഹനാഥയ്ക്കാണ് ദോഷം വരുത്തുന്നത്. 2 സ്ഥാനങ്ങളിൽ കറിവേപ്പ് വളർത്തുന്നത് ഐശ്വര്യം നൽകും. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീടിന് 4 സ്റ്റെപ്പ് അകലമെങ്കിലും ഉള്ളിടത്ത് കറിവേപ്പ് വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. 4 സ്റ്റെപ്പ് അകലമെങ്കിലും വേണം എന്ന് മാത്രം. തെക്കുവശത്തും വളർത്തുന്നത് നല്ലതാണ്. ഇവിടെയും ഇത്രയും അകലം വേണം. വീടിനോട് ചേർത്ത് ഒരിക്കലും കറിവേപ്പ് വളർത്തരുത്. കറിവേപ്പ് ഒരിക്കലും വളർത്തരുതാത്ത സ്ഥാനങ്ങളുണ്ട്. ഇതിലൊന്ന് വടക്ക് കിഴക്കേ മൂലയാണ്, അതായത് ഈശാന മൂല. ഈ ഭാഗത്ത് കറിവേപ്പ് വളർത്തിയാൽ വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങളും സങ്കടങ്ങളും വന്നുകൊണ്ടിരിക്കും. കഷ്ടതകൾ ഒഴിഞ്ഞു പോകില്ല. ഇതുപോലെ വീടിന് പ്രധാന വാതിലിന് അഭിമുഖമായി കറിവേപ്പ് വളർത്തരുത്. ഇത് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരാനിടയാക്കും. 3ാമത്തെ സ്ഥാനം കിണറിനോട് ചേർന്നിട്ടാണ്. നനവ് ലഭിക്കാനുള്ള സൗകര്യത്തിന് കിണറിനോട് ചേർത്ത് വളർത്തുന്നവർ ധാരാളമുണ്ട്. ഇത് പാടില്ല. ഇത് വീട്ടിലെ സ്ത്രീകളുടെ ആയുസ് കുറയുന്നതിന് വരെ കാരണമാകുന്നു. സന്ധ്യയ്ക്ക് ശേഷം, അതായത് വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ കറിവേപ്പ് പറിക്കരുത്. ഇത് നാശം വരുത്തും. എത്ര ആവശ്യമെങ്കിലും ഇത് ചെയ്യരുത്. അതുപോലെ കറിവേപ്പില തണ്ടോടെ ഒടിച്ചു വേണം എടുക്കാൻ. അതായത് തണ്ട് സസ്യത്തിൽ വെച്ച് ഇല മാത്രം എടുക്കരുത്. ഇത് ഗൃഹനാഥന്റെ ആയുസ്സിന് ദോഷം വരുത്തും. വൃക്ഷത്തിൽ നിർത്തി ഇല ഊരിയെടുക്കരുത്. ഇതുപോലെ കറിവേപ്പ് പൂക്കുന്നത് നിമിത്ത ശാസ്ത്രത്തിൽ ദോഷാനുഭവങ്ങൾ വരുന്നതിന്റെ ഭാഗമായി വരുന്നതാണെന്നാണ് പറയുന്നത്. ഇതിനാൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കറിവേപ്പിനെ എത്തിക്കരുത്. പൂത്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ എല്ലാവരുടെയും പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. അതുപോലെ കറിവേപ്പിന്റെ തൈ 1 രൂപയെങ്കിലും വാങ്ങി നൽകുക. അതല്ലാതെ ദാനമായി നൽകരുത്. വേറൊരു കാര്യം, കറിവേപ്പ് തൈ നട്ടു വളർത്തുമ്പോൾ, അതായത് പുതിയ തൈ നടുന്നത് അയൽവക്കക്കാരെയോ സുഹൃത്തുക്കളെയോ കൊണ്ട് നടുവിക്കുന്നതാണ് നല്ലത്. ഇത് പണ്ട് കാലം മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വിശ്വാസമാണ്. ഇത് വീടിന് കൂടുതൽ ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും വീട്ടിൽ ദാരിദ്ര്യം മാറി ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിനും വാസ്തുശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്ന ചെടിയാണ് കറിവേപ്പില. അതുപോലെ തന്നെ കറിവേപ്പ് ചെടിക്ക് താഴെ അഴുക്കുവെള്ളം വീഴുന്നില്ല എന്ന് ഉറപ്പാക്കുക. കറിവേപ്പിലയുടെ ഇലകൾ പുഴു തിന്നുന്നില്ല എന്ന് ഉറപ്പാക്കുക. അങ്ങനെയുള്ള ഇലകളൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യുക. അല്ലാത്ത പക്ഷം വീട്ടിൽ കലഹം പതിവാകും. വീട്ടിലുള്ളവരുടെ ഐക്യം തകരാനും ഇത് കാരണമാകുന്നതാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, കറിവേപ്പിനോട് ചേർന്ന് പുളിമരം നടരുത്. അതുപോലെ തന്നെ തിരിച്ചും പാടില്ല. ഇത് നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയെ ദോഷകരമായി ബാധിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്